നിങ്ങൾ സുഖമായിട്ടൊന്നിരിക്കും. മനസ്സ് വളരെ ശാന്തമായിരിക്കട്ടെ. നിങ്ങളുടെ കണ്ണുകൾ സുഖകരമായി ഒന്നടയ്ക്കും. നമുക്കൊരുമിച്ച് കുറച്ചു നേരം നമഃശിവായ ജപിക്കാം. നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം. സുഖകരവും സാവധാനവും ശ്രദ്ധയോടും കൂടി ഒന്ന് ശ്വാസം എടുക്കുക. എടുക്കുന്ന ശ്വാസം, നിങ്ങൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും ഭഗവാന്റെ ചൈതന്യം എന്നിൽ നിറയുന്നു എന്ന് മനസ്സിൽ ആത്മാർത്ഥമായി സങ്കല്പിക്കുക. ശ്വാസം പുറത്തു വിടുമ്പോൾ ആ ചൈതന്യം സർവചരാചരങ്ങളിലേക്കുമായി ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് അങ്ങനെ ജപിക്കാം. ഓം എന്നാൽ എന്താണ്? ഓം, ആ ഉ 3 ഉള്ള അക്ഷരങ്ങളാണ് ഓം എന്നുള്ളത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ഓം. ഓം പ്രണവ മന്ത്രമാണ്. ആദ്യമായിട്ടുണ്ടായതാണ് പ്രണവം, ഈശ്വരന്റെ നാമം. യോഗയില് പതഞ്ജല യോഗ ദർശനത്തിൽ തന്നെ പറയുന്നു, ഓം എന്നുള്ളത് ഭഗവാന്റെ നാമമാണ്. ഭഗവാന്റെ നാമമാണ് ഓം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഓം ചാണ്ടി. ഞാനൊന്ന് പറയാം. നമ്മൾ സുഖമായിട്ട് ശ്വാസം എടുക്കുന്നു. നിങ്ങൾ ഒട്ടും ബുദ്ധിമുട്ടണ്ട. വളരെ സുഖമായിട്ട് നിങ്ങൾ ശ്വാസം എടുത്ത് പുറത്തു വിടുമ്പോൾ ഓം നമഃ ശിവായ മനസ്സറിഞ്ഞ് ജപിക്കാം. അപ്പൊ എടുക്കുന്ന ശ്വാസത്തിലൂടെ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യം എന്നിലേക്ക് നിറയുന്നു എന്ന് ആത്മാർത്ഥമായി സങ്കല്പിക്കാം. പുറത്തുവിടുന്ന ശ്വാസത്തിലൂടെ ആ ശ്വാസം പുറത്തു വിടുമ്പോൾ ഓം നമഃ ശിവായ എന്ന് പറയാനാണ് ചെയ്യുന്നത്. അതായത് ശ്വാസം എടുക്കുന്നു, ഓം നമഃ ശിവായ ജപിക്കുന്നു. അപ്പൊ മനസ്സിൽ നന്നായി ഭാവം അതായത് അങ്ങനെ ഒരു ഭാവം മനസ്സിലുണ്ടാവട്ടെ. ഈ പ്രപഞ്ചത്തിലാകമാനം ആ ചൈതന്യം നിറഞ്ഞു തുളുമ്പിയിരിക്കുകയാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അത് അനുഭവിച്ചുകൊണ്ട് ചെയ്യാം. ആദ്യം ഞാൻ ശ്വാസം എടുക്കുന്നു. നിങ്ങൾ സുഖമായിട്ട് നോക്കുക. ഞാനെന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ ജപിക്കാണ്. അപ്പൊ ഞാൻ ഒന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾ തുടങ്ങിയാൽ മതി. അപ്പൊ ഒരുമിച്ചാവണം, അപ്പോഴേ ആ ഒരു വൈബ്രേഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. സുഖമായിട്ടിട്ട് ഒട്ടും ബുദ്ധിമുട്ടി ശ്വാസം എടുക്കണ്ട. നിങ്ങളൊരു പുഞ്ചിരിയോടെ ഭഗവാന്റെ ചൈതന്യം എന്നിൽ നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് സുഖമായിട്ടൊന്ന് ശ്വാസം എടുക്കാം. ഇൻഹേൽ. ഓം നമഃ ശിവായ. 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 ഇൻഹേൽ. ഓം നമഃ ശിവായ.
ശിവായ. സുഖമായിട്ട് ഇൻഹേൽ. ഓം നമഃ ശിവായ. 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 ഇൻഹേൽ. ഓം കണ്ണടച്ച് ആ ഭഗവാന്റെ ചൈതന്യം എൻ്റെ ശരീരത്തിലുടനീളം നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ശരീരത്തിൻ്റെ ഓരോ നാഡീ ഞരമ്പുകളിലും ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു തുളുമ്പുകയാണ്. എൻ്റെ മനസ്സ് ആ ചൈതന്യത്താൽ ശാന്തവും ശക്തവുമായിരിക്കുന്നു. ആ ഭഗവാനെ ഉള്ളിൽ സ്മരിച്ചുകൊണ്ട് ഇവിടെ എല്ലായിടത്തും ആ ഭഗവാൻ ഇരിക്കുന്നതായി മനസ്സിൽ പൂർണ്ണമായും സങ്കല്പിച്ചുകൊണ്ട് ശാന്തമായിരിക്കും. കാലിൻ്റെ വിരൽത്തുമ്പ് മുതൽ നിങ്ങളുടെ മൂർധാവ് വരെ ഇടത് കാൽ നിങ്ങൾ ഒന്ന് മനസ്സിൽ കാണും. വലത് കാൽ, അരക്കെട്ട്, നിങ്ങളുടെ വയറ്, നെഞ്ച്, എല്ലാ ഭാഗത്തും ഓരോ നാഡീ ഞരമ്പുകളിലും ആ ചൈതന്യം നിറഞ്ഞു തുളുമ്പുകയാണ്. നിങ്ങളുടെ പുറം, നട്ടെല്ല്, നട്ടെല്ലിൻ്റെ ഇടതുവശം, വലതുവശം, പുറം ഭാഗം മുഴുവനും ആ ചൈതന്യത്താൽ നിറഞ്ഞിരിക്കുകയാണ്. നട്ടെല്ലിലാണ് ചക്രങ്ങൾ. നമ്മുടെ ശരീരത്തിൽ നട്ടെല്ലിൽ സ്ഥിതി ചെയ്യുന്ന ചക്രങ്ങൾ, അതിനെ എനർജി സെന്റേഴ്സ് ഓർ അല്ലെങ്കിൽ ചക്രങ്ങൾ. ഓരോ ചക്രങ്ങളിലൂടെയും ഊർജപ്രവാഹം, ആ ചൈതന്യം നിറഞ്ഞ് എല്ലാ ചക്രങ്ങളും ആക്റ്റീവായിരിക്കുകയാണ്. മൂലാധാര ചക്രം മുതൽ സഹസ്രാര ചക്രം വരെ എല്ലാ ഭാഗത്തേക്കുമുള്ള ഓരോ ചക്രങ്ങളിലൂടെയും ഊർജം പ്രവഹിക്കുന്നതായി മനസ്സിൽ സങ്കല്പിക്കും. ശരീരത്തിലുടനീളം ആ ചൈതന്യം നിറഞ്ഞു തുളുമ്പുകയാണ്. ഭഗവാന്റെ ചൈതന്യം നമ്മുടെ ശരീരത്തിലുടനീളം നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ഇടത് കൈ മനസ്സിൽ കാണും. ഇടത് തോൾ മുതൽ വിരൽത്തുമ്പ് വരെ ഓരോ നാഡീ ഞരമ്പുകളിലും ആ ചൈതന്യം നിറഞ്ഞിരിക്കുന്നു. വലത് കൈയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. വലത് കൈയിൻ്റെ തോൾ മുതൽ വിരൽത്തുമ്പ് വരെ ഓരോ നാഡീ ഞരമ്പുകളിലും ഓരോ പേശികളിലും എല്ലാ ഭാഗത്തും ആ ചൈതന്യം നിറഞ്ഞിരിക്കുകയാണ്. കാലിൻ്റെ വിരൽത്തുമ്പ് മുതൽ തോൾ വരെ എല്ലാ ഭാഗത്തും ആ ചൈതന്യം നമ്മൾ അനുഭവിച്ചറിയുകയാണ്. കഴുത്തിന് ചുറ്റുമുള്ള പേശികളിലും ഞരമ്പുകളിലുമെല്ലാം ആ ചൈതന്യം നിറഞ്ഞിരിക്കുന്നു എന്ന് ആത്മാർത്ഥമായി സങ്കല്പിക്കൂ. മുഖത്തേക്ക് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ താടി, ചുണ്ട്, മൂക്ക്, കവിളുകൾ, കണ്ണുകൾ, പുരികങ്ങൾ, നെറ്റി, മുഖം നിറയെ ആ ചൈതന്യത്താൽ
വളരെ തേജസ്സുള്ള മുഖം നിങ്ങൾ കാണുകയാണ്, നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടാവുകയാണ്. തലയുടെ ഫ്രണ്ട് വശം, നിറഭാഗം, പുറകുവശം, എല്ലാ ഭാഗത്തും ആ ചൈതന്യം നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ശരീരത്തിലും മനസ്സിലും ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ പൂർണ്ണ സന്തോഷവാനാണ്, സന്തോഷവതിയാണ്. സ്വയം പറയൂ, ഐ ആം ഹാപ്പി, ഞാൻ പൂർണ്ണ സന്തോഷവാനാണ്. എല്ലാവരും മനസ്സിൽ സങ്കല്പിക്കൂ, ഞാൻ പൂർണ്ണ സന്തോഷവാനാണ്. എൻ്റെ ഉള്ളിൽ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ പൂർണ്ണ സന്തോഷവതിയാണ്. ആത്മാർത്ഥമായി സങ്കല്പിക്കൂ, എൻ്റെ ശരീരത്തിലും മനസ്സിലും ഉടനീളം ആ ചൈതന്യം നിറഞ്ഞു തുളുമ്പുകയാണ്. സുഖം എൻ്റെ ഉള്ളിലിരിക്കുന്നു എന്നുറപ്പിക്കൂ. സുഖം ആത്മനിഷ്ഠമാണ്. സന്തോഷത്തോടെ പതുക്കെ പതുക്കെ കണ്ണുകൾ ചിമ്മിച്ചുമ്മി ആനന്ദത്തോടെ കണ്ണു തുറക്കും. മനസ്സ് കുറച്ചു നേരമെങ്കിലും ശാന്തമാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. കുറച്ചെങ്കിലും ആർക്കെങ്കിലുമൊക്കെ പറ്റിയെങ്കിൽ തന്നെ സന്തോഷം. ഈ സുഖം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആനന്ദത്തെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഒന്നും തൃപ്തരല്ല എന്നുള്ളതാണ് കാരണം. എന്ത് കിട്ടിയാലും നമ്മൾ തൃപ്തരല്ല. ഒന്നല്ലെങ്കിൽ ഒന്ന് പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ അവനവനെ കുറിച്ച് അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. മനുഷ്യജന്മം തന്നെ അതിവിശിഷ്ടമാണ്. ജന്തൂനാം നരജന്മ ദുർലഭമായിട്ടുള്ള ജന്മമാണ് മനുഷ്യജന്മം. എത്രയോ ജന്മാന്തരങ്ങളിലൂടെ കടന്ന് നമ്മൾ ഈ മനുഷ്യജന്മത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതിമഹത്തായ ഈ മനുഷ്യജന്മത്തെ, അതിനെ തിരിച്ചറിയുക, അതിന്റെ മഹത്വത്തെ അറിയുക. ശാസ്ത്രം പഠിക്കണം. ശാസ്ത്രം പഠിച്ചാലേ നമുക്കതിന്റെ ആ ഒരു അവസ്ഥയെ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കുറച്ചു നേരം നിങ്ങളായിട്ട് സംസാരിച്ചു, പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾക്ക് അത് അനുഭവിച്ചറിയാൻ സാധിക്കില്ല. ശാസ്ത്രം പഠിക്കണം, പ്രത്യേകിച്ച് യോഗയെ അറിയണം. ഭഗവത്ഗീത വായിക്കണം. ഗീത പഠിച്ചാൽ പോരാ, വായിക്കല്ല വേണ്ടേ, അനുഭവം വേണം. ഭഗവാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചറിയണം. അങ്ങനെ നമ്മളെ ഉണർത്തുവാൻ, അവനവനെ സാധിക്കൂ. വേറൊരാൾക്കും സാധിക്കില്ല നമ്മളെ ഉണർത്താൻ. നമുക്ക് സാധിക്കും. അതിനുള്ള ഒട്ടേറെ മാർഗങ്ങൾ ഋഷീശ്വരന്മാർ നമുക്ക് തന്നിരിക്കുന്നു. ആ മാർഗങ്ങളെ കുറിച്ച് അറിയാം. കുട്ടികൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, ധാരാളം കുട്ടികളുണ്ട്. നിങ്ങൾ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിനെക്കുറിച്ച് അറിയാം. എത്ര സമയം പോയാലും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ എത്തേണ്ടടുത്ത്, നമ്മളെ ഭഗവാനാണ് നയിക്കുന്നത്. നമുക്കത് അറിയാത്തതാണ്. നമ്മൾ വിചാരിക്കണേ, ഈ മനുഷ്യനായ നമ്മളുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ വിചാരിക്കണം, നമുക്ക് അറിവില്ലായ്മ. അഹങ്കാരം എന്ന് അവിടെ പറയാൻ പറ്റില്ല, അറിവില്ല. ഞാൻ എന്താന്ന് പോലും അറിയില്ല. ഞാനൊക്കെ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയില്ല. നമ്മൾ കുറേ വർഷങ്ങളോളം കുറേ നാൾ ഉറങ്ങി, കുറേ നാളൊന്നും അറിയാതെ നടന്നു. അങ്ങനെ കുറച്ച് അസുഖങ്ങളൊക്കെ ആയപ്പോൾ യോഗയിലേക്ക് വരാനെന്ന് തോന്നി. ഭഗവാൻ തന്നെ കൈപിടിച്ച് ഇതാ യോഗയിലേക്ക് കടന്നോളൂ എന്ന് പറഞ്ഞു. യോഗയുടെ 28 വർഷമായിട്ട് യോഗ പഠിക്കുന്ന വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ. ഓരോ സമയത്തും നമ്മളെ കൈപിടിച്ചുയർത്തുന്ന അസുഖം വന്നപ്പോഴാണ് കേട്ടോ. അല്ലെങ്കിൽ യോഗയിലേക്കൊന്നും വരാൻ സാധ്യതയില്ല. അസുഖം, നല്ല കഠിനമായിട്ടുള്ള ഒരു അസുഖം ഭഗവാൻ തന്നെ തന്നു. വളരെ സന്തോഷത്തോടെ ഇപ്പോഴും പറയാണ്, ആ അസുഖമാണ് എന്നെ മുന്നോട്ട് യോഗ എന്നുള്ള വിദ്യയെ എന്നിലേക്ക് എത്തിച്ചത്. ഭഗവാന്റെ കരുണ. ഭഗവാൻ തന്നെ അസുഖം വരാൻ നമ്മളുടെ ചെയ്ത കർമ്മമാണ്. ഭഗവാനല്ലാട്ട് അസുഖം തരണേ. അവനവൻ ചെയ്ത കർമ്മഫലമാണ് അനുഭവിക്കുന്നത്. നമ്മൾക്കറിയില്ല എന്തൊക്കെയോ കർമ്മങ്ങൾ നമ്മൾ മുൻ ജന്മങ്ങളിൽ എന്തൊക്കെയോ ചെയ്തതെന്ന് അറിയില്ല, അല്ലെ? നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ നമ്മൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതൊക്കെ സ്വാഭാവികമാണ്. അതിന് ആ നിലയ്ക്ക് കണ്ടാൽ മതി. ശരീരത്തിന് പല ബുദ്ധിമുട്ട് വരും, മനസ്സിന് പല ബുദ്ധിമുട്ട് വരും. അതൊന്നും ഉള്ളിലേക്ക് എടുക്കാതിരിക്കാൻ പഠിച്ചാൽ മതി. അത് പഠിച്ചു തന്നെ പറ്റുള്ളൂ. അപൂർവം ചിലരെ നമുക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തരായിട്ട് കാണാം. പുണ്യജന്മമാണത്. അപ്പൊ ഞാൻ സ്വാമിജിയോട് ചോദിക്കാറുണ്ട്, സ്വാമിജിമാരായിട്ട് ഞങ്ങൾ ആചാര്യനിലൂടെ സ്വാമിജിമാരായിട്ടുള്ള ചില കണക്ഷനൊക്കെ സ്വാമിജിയോട് ചോദിക്കാം. ചില സ്വാമിമാരൊക്കെ ആയിട്ട് ചോദിക്കും. ഞാൻ ചോദിക്കും, ചെറുതെന്താ സ്വാമി ഇങ്ങനെ വളരെ സന്തോഷത്തിലാണല്ലോ, അവരൊന്നും ദുഃഖം കാണുന്നില്ലല്ലോ? അപ്പോൾ പറയും, അവരൊക്കെ മുൻ ജന്മങ്ങളിൽ
മഹത്തരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തവരാണ്. ഇത്തരം ഓൾറെഡി നമ്മളിലൊക്കെ ആ സന്തോഷമാണ്, നമ്മുടെ സ്വരൂപം സന്തോഷമാണ്. നമ്മളൊക്കെ സന്തോഷമുള്ളവരാണ്. പക്ഷെ നമുക്ക് അടിച്ചുപൊളിയിൽ മാത്രമല്ല സന്തോഷം. അടിച്ചു പൊളിക്കുമ്പോൾ സന്തോഷമുണ്ട് അല്ലേ? അടിച്ചുപൊളി, ഡാൻസ്, പാട്ടുകൾ എല്ലാം സന്തോഷമുണ്ട്. അത് കുറച്ചു നേരമല്ലേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞ് എന്തായി? മനസ്സ് വേറെ നിലയ്ക്ക് പോയി, ദുഃഖം വന്നു തുടങ്ങി. അപ്പോൾ സന്തോഷം സദാസമയം അനുഭവിക്കണമെങ്കിൽ മനസ്സിന് ഇരുത്തം വരണം. മനസ്സിന് ഇരുത്തം വരണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ നന്നായി ജപിക്കുക. ഈശ്വരനെ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിരുത്തം വരും. അതിൽ വേറൊരു മാർഗമാണ് യോഗ, അഭ്യാസമാണ്. അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ ചിത്ത വൃത്തികളാണ് നമ്മുടെ പ്രശ്നക്കാര്. മനസ്സിന്റെ പല അവസ്ഥകളാണ് നമ്മളെ പ്രശ്നത്തിന് നയിക്കുന്നത്. ഈ മനസ്സിന് ഇരുത്തം വന്നാൽ നമ്മുടെ പ്രശ്നമൊക്കെ പോയി സദാ ആനന്ദാവസ്ഥ. ആ ആനന്ദാവസ്ഥയെ പ്രാപിക്കാനാണ് നമ്മള് ഈ ശിവരാത്രി വ്രതവും എല്ലാം. വ്രതങ്ങൾ എന്തിനാ അനുഷ്ഠിക്കണേ? ശുദ്ധീകരണത്തിനാണ് വ്രതങ്ങൾ. മനസ്സ് ശുദ്ധാക്കാനാണ് വ്രതം അനുഷ്ഠിക്കണേ. ആ മനസ്സ് ശുദ്ധമാകണം. പക്ഷെ ഇപ്പൊ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ധാരാളം കർമ്മങ്ങൾ, പദ്ധതികളുണ്ട്. ഇഷ്ടംപോലെ കർമ്മങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം. എത്രയോ പാരായണങ്ങൾ, കുറേ പാരായണങ്ങൾ, ഭഗവത്ഗീത പാരായണം, ആ പല 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 സംഗതികൾ നടക്കുന്നുണ്ട്. അത് വളരെ നല്ലത് തന്നെ. പക്ഷെ അതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കൂടി സാധിക്കണം, എന്റെ ഉള്ളിലാണ് ആ സന്തോഷം ഇരിക്കുന്നത് എന്ന്. ആ സന്തോഷം അറിയണമെങ്കിൽ കുറച്ച് അറിവ് തന്നെ വേണം. അല്ലാണ്ട് പറഞ്ഞാലൊന്നും പെട്ടെന്ന് പിടികിട്ടില്ല. അതുകൊണ്ട് മുഴുവൻ പറയാനായിട്ട് നമുക്ക് അങ്ങനെ എത്തണം. നമുക്ക് പറയാനായിട്ട് പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് ഇങ്ങനെ പറയുന്നു. നമ്മള് സ്നേഹമുള്ളവരായിരിക്കുക, കരുണയുള്ളവരായിരിക്കുക, ആത്മാർത്ഥമായിരിക്കുക, സത്യസന്ധമായിരിക്കുക. നമ്മളിലുള്ള മനുഷ്യത്വപരമായ ഗുണങ്ങൾ ആ ഗുണങ്ങളെ വളർത്തിക്കൊണ്ടുവരാം. ആ ഗുണങ്ങൾ വളർത്തിക്കൊണ്ടുവന്നാൽ നമുക്ക് ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ ആദ്യമായിട്ട് നമുക്ക് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ശരിയായ ഭക്ഷണം ആദ്യം ഇരുന്ന് കഴിക്കാൻ പഠിക്കാം. ഓടി നടന്ന് ഭക്ഷണം കഴിക്കാതെ സുഖമായിട്ട് ഇരുന്ന് പണ്ടത്തെ പോലെ ഒന്ന് ഇരിക്കും. പഴയ പോലെ ആയിപ്പോന്നില്ല. പേടിയാണ് കുട്ടികൾക്കൊക്കെ. ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചാൽ ഞാൻ ഇനി പഴയ പോലെ ആവൂ. നമ്മുടെ ഭക്ഷണമാണ് ഫസ്റ്റത്തെ കാര്യം. മിതമായ ഭക്ഷണം സന്തോഷത്തോടെ ചവച്ചരച്ച് കഴിക്കുക. അതിനാണ് പല്ല് നിന്നിരിക്കുന്നത്. എല്ലായിടത്തും വിഷാംശമാണ്. അല്ല, ഭക്ഷണങ്ങളിലൊക്കെ വിഷാംശമാണ്. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് വേണ്ടേ. പക്ഷെ ഇപ്പോൾ ഞങ്ങളൊക്കെ എറണാകുളത്തുനിന്നാണ് വരുന്നത്. എറണാകുളത്തൊന്നും നമ്മളിപ്പോ ചെറിയൊരു വീടും അതിന്റെ ചെറിയൊരു വളപ്പൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് അത് പറയാൻ പറ്റാതായി. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, നമുക്ക് കിട്ടുന്ന ഭക്ഷണം സന്തോഷത്തോടെ ഭഗവാന്റെ കൃപയാണെന്നറിഞ്ഞ് അതിലൊന്ന് ജപിച്ച് അതിലൊന്ന് സദാ മനസ്സ് വെച്ച് കണ്ണോട്ട് നോക്കിയാലെങ്കിലും ആ സന്തോഷത്തോടെ ഒന്ന് ഭക്ഷണത്തെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റത്തെ പ്രവർത്തനം നടന്നു. അവിടെ ഡൈജഷന്റെ, നമ്മുടെ ദഹനത്തിന്റെ ആദ്യത്തെ പ്രവർത്തനം അവിടെ നടന്നു. അത് കഴിഞ്ഞ് അത് കൈകൊണ്ട് ഉരുട്ടി സന്തോഷത്തോടെ കഴിക്കുക. അപ്പൊ തന്നെ നമ്മുടെ 90% അസുഖങ്ങളും മാറിക്കോളും. ശരിയായ വ്യായാമം, ഏറ്റവും മഹത്തായ യോഗവിദ്യയെ അറിയാം. എല്ലാ സുഖങ്ങളെയും മാറ്റുന്ന അതിമഹത്തായ യോഗവിദ്യയെ അറിയാം. യോഗ ഋഷീശ്വരന്മാർ നമുക്ക് തന്ന സംഭാവനയാണ്. ഷഡ് ദർശനങ്ങളിൽ ഒന്നാണ് യോഗ. ദർശനം എന്നാൽ നമ്മുടെ ദുഃഖങ്ങളെ പരിഹരിക്കുക, ദുഃഖം ഇല്ലാതാക്കാൻ. ദർശനങ്ങൾ എന്തിനാണെന്നറിയോ? ദുഃഖം ഇല്ലാതാക്കാനാണ്, ദുഃഖ നിവാരണത്തിനാണ് എല്ലാ ദർശനങ്ങളും. അതിലൊന്നാണ് യോഗ. യോഗ എന്ന മഹത്വത്തെ ആരും അറിയുന്നില്ല, അതിനെപ്പറ്റി പറയുന്നില്ല. അതിനെ വളരെ ഞങ്ങള് വീട്ടിലൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾ യോഗ പഠിക്കുന്നുണ്ട്. യോഗ പഠിക്കുകയല്ല, അത് അഭ്യസിച്ച് ആനന്ദാവസ്ഥയിലേക്ക് മുന്നോട്ട് പോവുക. നമ്മളെ തള്ളിക്കോളും, ഭഗവാൻ തള്ളിക്കോളും. നമ്മളൊന്ന് സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി. നമ്മളെ കൈപ്പിടിച്ചിങ്ങനെ കൊണ്ടുപോകാൻ നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും ഭഗവാന്റെ ചൈതന്യമാണ്. എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ തേജസ്സുള്ള ഓരോ സ്ഥലത്തും ആ ഭഗവാന്റെ ചൈതന്യമാണുള്ളത് നമ്മുടെ ഉള്ളിലും. അപ്പൊ ഭഗവാൻ കൊണ്ടുവരുന്നിടത്തേക്ക് പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങാം. തന്നെ ആനന്ദാവസ്ഥയെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ശരിയായ വ്യായാമം, ശരിയായ ചിന്ത, പോസിറ്റീവായ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. എൻ്റെ ഉള്ളിൽ ഭഗവാൻ ഉണ്ട് എന്നുള്ള ആ മഹത്തായ അറിവിനെ ഉറപ്പിക്കുക.
പിന്നെന്താണ്? ശരിയായ പ്രാണായാമം എന്ന് പറയും, അത് യോഗയിലുള്ളതാട്ടോ. പ്രാണനെ ശരിയായ രീതിയിൽ നമ്മൾ ശ്വാസോച്ഛ്വാസം നിയന്ത്രിച്ച് ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പഠിക്കുക. അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. പിന്നെന്താണ്? ശരിയായിട്ടുള്ള വിശ്രമാവസ്ഥ. ഇപ്പോ ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ ഓടി നടക്കുകയാണ്, അങ്ങട് ഇങ്ങട് എന്ന് പറഞ്ഞ് കുഴപ്പമില്ല, ഓടി നടക്കുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ മനസ്സിലാക്കണം, അപ്പോഴെങ്കിലും മനസ്സിലാക്കണം, എൻ്റെ ഉള്ളിൽ എനിക്ക് സന്തോഷത്തിനുള്ള വസ്തു എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് എന്നുള്ള അതിങ്ങനെ അപ്പോഴെങ്കിലും ഉറപ്പിക്കുക. ഞാൻ എന്താണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തില് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു സ്തോത്രം ജപിച്ച് അവിടെ ചെറുതായിട്ടൊന്ന് പാരായണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ആചാര്യൻ്റെ അടുത്ത് നിന്നാണ് നമ്മളിത് പഠിക്കണേ. അപ്പോൾ ആചാര്യൻ പറയാണ്, നമ്മൾ ഇപ്പോഴേ ഭഗവാനെ വിളിക്കുക. കാരണം വയസ്സാവുമ്പോൾ ഭഗവാനെ വിളിക്കാൻ പോലും പറ്റാത്ത സന്ദർഭമായിരിക്കും നമുക്ക്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. എല്ലായ്പ്പോഴും ഇതാണെന്നാ വിചാരിക്കണേ, യൗവനമാണെന്നാ, അല്ലെങ്കിൽ ഓടാൻ പറ്റുന്ന വിചാരിക്കണേ. നമ്മൾ കിടക്കുന്നൊരവസ്ഥയിൽ നമുക്ക് വേറെ തുണയായിട്ടുണ്ടാകുന്നത് ഭഗവാനാണ്. അപ്പോ അതിൽ പറയാണ്, ഭഗവാന് നേരത്തെ തന്നെ വിളിച്ചോളൂ, എന്നാലേ ഭഗവാൻ അപ്പൊ ചിലപ്പോൾ വിളിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ നാക്ക് കുഴഞ്ഞിട്ടുണ്ടാവും, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, ശരിയായിട്ട് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയും, കിടപ്പിലായിരിക്കും. അപ്പൊ നേരത്തെ തന്നെ ഭഗവാനെ വിളിച്ച് ഭഗവാനോട് നമ്മുടെ കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ നമ്മൾ നമ്മുടെ എപ്പോഴും ഉണർത്തിക്കൊണ്ടേയിരിക്കാം. യോഗയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഒരു സൂത്രം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പ്രഭാഷണം ഇവിടെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ എങ്ങനെയാണ് ചിത്തം പ്രസാദിക്കുക? ചിത്തം എന്നാൽ മനസ്സ്. ചിത്തത്തിൽ കുറെ ഉണ്ട് കേട്ടോ, മനസ്സ് അതിൽ ഭാഗമാണ്. അപ്പൊ ഈ ചിത്തത്തെ എങ്ങനെ പ്രസാദിപ്പിക്കും, മനസ്സ് എങ്ങനെ പ്രസാദിക്കും എന്നുള്ളത് ചെറിയൊരു സൂത്രത്തിലൂടെ നാം പറയാം. എങ്ങനെയാണ് മനസ്സിനെ, ഇതിപ്പോ ഞാൻ പറഞ്ഞതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ്. ഒന്നും കൂടെ പറയാം. മൈത്രീ കരുണാമുദിതാം ഉപേക്ഷാണാം സുഖ ദുഃഖ പുണ്യ വിഷയാണാം ഭാവന ചിത്തപ്രസാദനം. അതായത് സുഖിക്കുന്ന കുറെ ആൾക്കാരുകൾ കാണും അല്ലെ, ഓൾറെഡി സുഖികളായിട്ടുള്ള ആളുകളെ കാണും. നല്ല എന്താ പറയാ, നമുക്ക് കാണും പറയാം ഹൈ ലെവലാണ് അവര്, നല്ല അറിവുള്ളവരാണ് അവര്, നല്ല സമ്പത്തുള്ളവരാണ് അവര്, ഉന്നത തലങ്ങളിലുള്ളവരാണ്. അങ്ങനെ കാണുമ്പോൾ നമ്മള് അവരോട് എന്ത് വേണം? മൈത്രീഭാവം, മിത്രമായിട്ട് കാണുക അവരെ. അസൂയല്ല വേണ്ടേ, നമുക്ക് അസൂയ തോന്നും അല്ലെ, എന്താ അവർക്ക് ഇത്രയും ഹൈ ലെവലാണല്ലോ, അങ്ങനെ ഇങ്ങനെ അവർ അത് ശരിയല്ല, അല്ലെങ്കിൽ അവരെ ഇത് ശരിയല്ല എന്നൊക്കെ തോന്നും. അവരെ കാണുമ്പോ എന്താ വേണ്ടത്? മിത്രമായിട്ട് കാണാം. ഭഗവാൻ തരുന്ന കാര്യം, അവര് മുൻജന്മങ്ങളിൽ ചേർന്ന സുഹൃതമാണത്, അവരെ അതനുഭവിക്കുന്നത് സുഹൃതാണ്. നമ്മൾ ഒരിക്കലും അസൂയപ്പെടരുത്. നമ്മൾ അവരോട് മിത്രമായ സ്നേഹത്തോടെ ആയിരിക്കുക, അല്ലെങ്കിൽ സ്നേഹിതരായി കാണുക. അങ്ങനെ രണ്ടാമത്തെ പറയുന്നത് ദുഃഖിക്കുന്നവരെ കാണാല്ലേ, പലതരത്തിലുള്ള ആളുകളാണ്, ബഹുജനം പലവിധമാണ്. ദുഃഖിക്കുന്ന ആളുകളെ കാണുമ്പോൾ എന്ത് വേണം? കരുണ, അവരെ ഒന്ന് കൈ പിടിച്ചു ഉയർത്തുവാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. കൈ പിടിച്ചു ഉയർത്തുക, അല്ലെങ്കിൽ അവരോട് കരുണ കാണിച്ച നിന്നെ അയ്യോ ഞാൻ അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം, അങ്ങനെ ചെയ്തു തരാം, അങ്ങനെ അവരിരുന്നു പോവുകയുള്ളൂ. അവരെ കൈ പിടിച്ചുയർത്തുവാനുള്ള മാർഗം അവരിലേക്ക് കൊടുക്കണം. ശാസ്ത്രം പറയുന്നതാണ് കേട്ടോ, ഞാൻ പറയുന്നതല്ല. ശാസ്ത്രം, യുഗാശാസ്ത്രം പറയുകയാണ് അങ്ങനെയൊക്കെ. പുണ്യാത്മാക്കളെ കാണുമ്പോഴോ അവരെ പുണ്യാത്മാക്കൾ, നമുക്ക് കുറെ പുണ്യാത്മാക്കളെ നമ്മൾ ഈ ഒരു മനുഷ്യ ജീവിതത്തിനിടയിൽ കുറെ പുണ്യാത്മാക്കളായിട്ട് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പ്രഭാഷണം കേട്ടിട്ടുണ്ടാവും. അതിനൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് വേണം? അവരെ ഉദിതം സന്തോഷമായി കാണണം. അവരെ മഹാത്മാക്കളെ കാണുന്നത് തന്നെ പുണ്യമാണ്. ഒരു മഹാത്മാവിനെ കാണുന്നത് ഏറ്റവും മഹത്താണ്. പക്ഷെ നമുക്ക് മനസ്സിലാവണില്ല ഇതൊന്നും ചിന്തിക്കാൻ നേരമില്ല. നമ്മളൊക്കെ ഓട്ടത്തിലാണ്, ഓടിയോ എന്താ ഉണ്ടാവണേന്നും അറിയില്ല എന്ന് മാത്രം ഓടിത്തുടങ്ങും. എല്ലാവരും ഓട്ടത്തിലാണ്. ഇപ്പൊ ഓട്ടത്തിനുള്ള പല പല മാർഗങ്ങളാണ്. ഓടാൻ ആ മനസ്സിനെ അവിടെ പിടിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കൂ. ബാക്കിയുള്ളതൊക്കെ നടന്നോട്ടെ, ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല. പക്ഷെ മനസ്സുള്ളിലേക്ക് ഒന്ന് നോക്കാൻ ശ്രമിക്കാം. മനസ്സിനെ ഇടയ്ക്ക് ഉള്ളിലേക്ക് ഒന്ന് കൊണ്ടുവരാം. ഉള്ളിലിരിക്കുന്ന ആ അനന്താനുഭവത്തെ അനുഭവിച്ച് അറിയാം. അതുപോലെ തന്നെ പാപികളെ കാണും അല്ലെ, ചിലരിങ്ങനെ ഒന്നുമില്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നവരെ കാണാം. വീടുകളിലായാലും പല സ്വഭാവക്കാരാണല്ലോ, നമുക്ക് ബുദ്ധിമുട്ട് തോന്നും ചിലരെ കുറിച്ച്. ഒന്നും വിഷമിക്കരുത്, അവരെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. അവരെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് അവരുടെ ഉപേക്ഷാഭാവം അതൊക്കെ അങ്ങനെ ഉണ്ടാവും. ഭഗവാന്റെ പല
ലീലകളാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മഫലമാണ് നമ്മളിവിടെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. എല്ലാവരോടും സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ ആയിരിക്കുക. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഉണർത്തുകയാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ഉണരാൻ സാധിക്കൂ. അവനവന്റെ ചിന്തയാണ് അവനവനെ നയിക്കുന്നത്. ഞാനിവിടെയാ ക്ലാസ്സിൽ ഇവിടെ ഇരിക്കുകയാണ്. എത്രയും എൻ്റെ മനോഭാവം നല്ലതാണോ അത്രയും നമുക്ക് ആ പ്രകാശം അല്ലെങ്കിൽ ആ സന്തോഷം നമ്മളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളിലോ അതെ, നമ്മളിലൊക്കെ അങ്ങനെയാണ്. നമ്മളിപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടവരെ കാണുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ മനസ്സ്? നമ്മൾ ഇഷ്ടപ്പെട്ട പോലെ കാണുമ്പോ ഒന്നും അറിയില്ല അല്ലെ, പുറമെ നടക്കുന്നത് ഒന്നും അറിയില്ല. കുട്ടികളൊക്കെ എങ്ങനെയാ, അപ്പൊ എൻ്റെ മോനും മോളൊക്കെ അവരുടെ പ്രായത്തിലുള്ള കുറച്ച് പേരെ കണ്ട അവിടെ വേറൊന്നും അറിയില്ല, അവര് ആനന്ദമാണ്, അവർക്ക് വേറൊന്നും അറിയുന്നില്ല. അവര് ആ ആനന്ദം എവിടെ നിന്നാ വന്നേ? അവരെ കണ്ടപ്പോഴാണോ വന്നേ? അവരാണ് ആനന്ദം കൊണ്ടുവന്നേ? നമ്മുടെ മനസ്സിന്റെ അവസ്ഥ, നമ്മുടെ മനസ്സ് വേറൊന്നിലേക്ക് പോകുന്നില്ല. അവര് മൊത്തം കിടക്കെ ഇങ്ങനെ ആടിത്തിമർക്കുന്നു. ആ സമയത്ത് നമ്മുടെ മനസ്സ് വേറൊന്നിലേക്ക് പോകാതാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ സ്വസ്വരൂപത്തെ, ആനന്ദാവസ്ഥയെ നമ്മൾ അനുഭവിച്ചറിയുന്നു. ദിവസവും നമ്മൾ അറിയുന്നുണ്ട്. ഉറങ്ങണില്ല എല്ലാവരും? ഇന്ന് ഞാൻ ഉറങ്ങി നാളെ ഉറങ്ങണില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇന്ന് ഉറങ്ങി നാളെ രാത്രി ഞാൻ ഉറങ്ങണില്ല എന്ന് ആരെങ്കിലും പറയൂ? ഇന്ന് ഉറങ്ങണ്ട കേട്ടോ, ശിവരാത്രി വ്രതമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഉറങ്ങുന്നില്ല. നമ്മൾ ദിവസം ഉറങ്ങണം. എത്ര ഉറക്കം കിട്ടിയാലും മതിയാവില്ല അല്ലെ? എന്തുകൊണ്ടാ? ഉറങ്ങുമ്പോ എന്താ ഉണ്ടാവണേ? അവിടെ മനസ്സ് പ്രവർത്തിക്കണില്ല. മനസ്സില്ലാത്തൊരവസ്ഥയാണ് ഉറക്കത്തിൽ. ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയും? ഞാൻ സുഖമായി ഉറങ്ങി നിന്ന്. ആരാ സുഖം അനുഭവിച്ചേ? നമ്മൾ. എവിടെ നിന്നാ സുഖം വന്ന്? അവനവനിൽ നിന്ന്. മനസ്സ് പ്രവർത്തിക്കാണ്ടിരുന്ന ഒക്കെ സുഖാണ്. അപ്പോൾ മനസ്സിനെ എപ്പോഴും ഈശ്വരീയതയിലേക്ക് ലയിപ്പിക്കാം. ഭഗവാൻ എൻ്റെ ഉള്ളിലിരിക്കാനായിട്ട് ഭഗവാൻ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ഉള്ളിൽ ഭഗവാൻ ഉണ്ട്. അത് നമുക്ക് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സിലെ എല്ലാ മാലിന്യം കളഞ്ഞ് നാമം ജപിച്ച് നമഃശിവായ 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 ജപിച്ച് ആ ഭഗവാൻ ഉള്ളിലേക്ക് വരും. അവനെ നമുക്ക് ആനന്ദാവസ്ഥയെ അനുഭവിച്ചറിയാം. ഇത്രയേ ഉള്ളൂ. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇവിടെ ഈ ഒരു പ്രഭാഷണം ചെയ്യുവാനായിട്ടുള്ള അവസരം തന്ന ക്ഷേത്ര കമ്മിറ്റി, ക്ഷേത്രത്തിലെ ഓരോരുത്തർക്കും, ക്ഷേത്ര ഭാരവാഹികൾക്കെല്ലാം നന്ദി പറയുന്നു. അതോടൊപ്പം ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവരോടും പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. ഭഗവാന്റെ തിരുനടയിൽ എന്തെങ്കിലും പറയാൻ സാധിച്ചെങ്കിൽ അത് ഭഗവാന്റെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ഉള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഈ കൈകാലുകളൊക്കെ എല്ലാം ഭഗവാൻ തന്ന അനുഗ്രഹം മാത്രമാണ്. എല്ലാം ഒന്നും നമ്മുടേതല്ല. ഞാൻ എൻ്റേതൊന്നും അഹങ്കാരം മാറി എല്ലാം ഭഗവാന്റേതാണെന്നറിഞ്ഞ് ഈ പറഞ്ഞ വാക്കുകളും നിങ്ങൾ കേൾക്കുന്നതും എല്ലാം തന്നെ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് സന്തോഷം. അടുത്തതായിട്ട് ഒരു ഭജനയാണ് കേട്ടോ. ജ്യോതിർമയ യോഗ വിദ്യാപീഠവും വടക്കേടത്ത് കുടുംബാംഗങ്ങളും കൂടി നടത്തുന്ന ഭജനയാണ്. എല്ലാവരും ഭജനയ്ക്കായിട്ട് പങ്കെടുക്കേണ്ടവർ എല്ലാവരും വന്നു.